എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12ാമത്തെ ദിവസം കടന്നു വന്നു. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ബാങ്ക് വിളിച്ചു. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൂടി. അല്ലാഹുവിന്റെ റസൂൽ അതാ കിടന്ന കിടപ്പിൽ കടന്നുകൊണ്ട് പറയുന്നു, ആയിഷ, കർട്ടനൊന്നു മാറ്റ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടൻ മാറ്റുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ സഹാബത്തിനെയും നോക്കുകയാണ്, എല്ലാവരുടെ നിസ്കാരവും നോക്കുകയാണ്. അവസാനം അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനെ തിരിച്ചിട ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തിന്റെ ദിവസമുണ്ടല്ലോ, റബീഉൽ അവ്വൽ 12 വീടിനകത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരു സൈഡിൽ ഇരുന്ന് കരയുകയാണ്. ആതുകന് പെട്ടെന്ന് രോഗം കൂടിയിട്ട് റസൂലുള്ള തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ. ആരോ സലാം പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ, എന്റെ വാപ്പയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഫാത്തിമ ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, കണ്ടിട്ട് പേടി തോന്നുന്നു ഉപ്പാ, ഈ മനുഷ്യനെ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഉപ്പാ.